ആ ദാ വരുന്നുണ്ടല്ലോ. ഞാൻ പോയിട്ട് വരാം സത്യമ്മേ. സമയം കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ? ഏയ് ഇല്ല, സമയമായി വരുന്നേ ഉള്ളൂ. എടാ ഇനിയിപ്പോ നീ അവിടെ ഒരു 5 മിനിറ്റ് നേരത്തെ പോയി വെയിറ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. എന്താ പറ്റി? എന്റെ കുഞ്ഞുമോൾക്ക് എന്താ പറ്റിയത്? കാര്യമാക്കാനില്ല, വരുന്ന വഴിക്ക് ഒരു ചെറിയ അപകടം പറ്റിയതാ. അയ്യോ മോളെ നീ വാ, അച്ഛൻ നോക്കട്ടെ. ചെല്ലുമോളെ. എന്തു പറ്റി? വീണാ? പോട്ട് കുഴപ്പമില്ല, ശരിയാവുമ്മേ. കരയല്ലേ കരയല്ലേ. കൈക്ക് ഫ്രാക്ചർ വല്ലതും പറ്റിയിട്ടുണ്ടോ? ഇല്ല. ജയശങ്കർ സംഭവ സ്ഥലത്തുണ്ടായിരുന്നതുകൊണ്ട് അടുത്തുള്ള ക്ലിനിക്കിൽ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചു. മോളെ സാരമില്ല കേട്ടോ. ഭാഗ്യം എന്നെ അന്വേഷിച്ചല്ല. ഞങ്ങളൊരു കുട്ടിയെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക, കാണാതായ ഒരു കുട്ടിയെ. ആ കുട്ടി ഇവിടെ ആർക്കെങ്കിലും പരിചയമുണ്ടോ എന്ന് നോക്കണം. മോളെ നീ വന്നേ നോക്കട്ടെ. എടാ സൂക്ഷിച്ച് സൂക്ഷിച്ച്. മോളെ കുഴപ്പമൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞേ. മോളെ എന്തിനാ മോൾ ഒറ്റയ്ക്ക് പോന്നേ? കൊണ്ടുപോരാൻ വരികയായിരുന്നില്ലേ? അല്ല ആ വണ്ടി ഏതാ? അല്ല ഇനി മനഃപൂർവ്വം കാണും. അല്ല ശത്രുക്കൾ ഒരുപാടുള്ളതാണേ. സാധ്യതയില്ല. പിന്നെ മോള് കാറ് വരുന്നത് ശ്രദ്ധിക്കാതെയാ റോഡ് ക്രോസ് ചെയ്തത്. ഞാൻ പറഞ്ഞില്ലടാ, പപ്പുമോളെ വിടുന്നതിന് 10 മിനിറ്റ് മുമ്പ് നീ ആ ഗേറ്റ് മുമ്പിൽ ഉണ്ടാവണമെന്ന്. ഒറ്റയ്ക്ക് വന്ന് ശീലിക്കാനുള്ള പ്രായമൊന്നുമല്ലോ. പറഞ്ഞോട്ട് മനസ്സിലാവത്തൂല്ല. ജയശങ്കറെ ഇരിക്കേട്ടോ. പൊന്നി കുടിക്കാൻ എന്തെങ്കിലും എടുക്ക. ഒന്നും വേണ്ട, മോളെ ഒറ്റയ്ക്ക് വിടാൻ മനസ്സനുവദിച്ചില്ല. പിന്നെ കൈ ചെറുതായിട്ടൊന്ന് ഉറഞ്ഞിട്ടുണ്ട്, അതിന്റെ വേദന കാണും. അതാ ഞാനും കൂടെ പോന്നേ. ജയശങ്കർ എവിടെ താമസം? ഇവിടെ അടുത്ത് തന്നെയാ. എന്റെ നാട് കുറച്ച് ദൂരെയാ. സത്യം പറഞ്ഞ എന്റെ ഒരു പേഴ്സണൽ ആവശ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നിട്ടാ പെൺകുട്ടിയെ കണ്ടു കിട്ടിയോ? ഇല്ല, പക്ഷേ അധികം നാള് അവക്കിങ്ങനെ മാറി നിൽക്കാൻ പറ്റില്ല. മോളെ മോളെ കൊണ്ടുവന്നാക്കിയതിന് അങ്കിളിന് താങ്ക്സ് പറയും. വെൽക്കം മോളെ. ഇപ്പോഴത്തെ കാലത്തെ ഇങ്ങനെയുള്ള ആൾക്കാരെ കണി കാണാൻ പോലും കിട്ടത്തില്ല. വഴിയിൽ അപകടം പറ്റി ആരെങ്കിലും കിടന്ന മുഖം തിരിച്ചു പോകുന്നവരാ കൂട്ടത്തിൽ അധികം പേര്. ജയശങ്കർ അതൊരു അപമാനമാണ്. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യണം. ഞാൻ അങ്ങനെ ഒരു ചിന്താഗതിക്കാരനാണ്. ഹലോ, ഞാൻ ഉടനെ എത്താം. ഒരു അർജന്റ് കാര്യമുണ്ട്. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഇടയ്ക്കൊക്കെ ഈ വഴി വരുമ്പോഴൊന്ന് കേറ്. തീർച്ചയായും. ശരി, ആയിക്കോട്ടെ. പോവാം. മോളെ സാരമില്ല കേട്ടോ. വേദനയുണ്ടോ? അത് മാറിക്കോളൂ. വാ നമുക്ക് ഡ്രസ്സ് മാറാം, എന്നിട്ട് എന്തെങ്കിലും കഴിക്കാം. പിന്നെ റോഡിലൂടെ നടക്കുമ്പോ ഇനി ശ്രദ്ധിക്കണം കേട്ടോ. ചുറ്റും വണ്ടി വരുന്നുണ്ടോന്ന് നോക്കിയിട്ട് വേണം റോഡ് ക്രോസ് ചെയ്യാൻ. നമ്മൾ നന്നായി നടന്നാലും വണ്ടി ഡ്രൈവ് ചെയ്ത് പോകുന്നവര് അതൊന്നും ശ്രദ്ധിക്കണമെന്നില്ല. സൂക്ഷിക്കേണ്ടത് നമ്മളാ. വാ ഡ്രസ്സ് മാറാം. വേണ്ട,
നീ ഇവിടെ വന്നിരിക്കുന്നതേ നിന്റെ അനിയത്തിയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയാ. ഇവിടെ കാര്യങ്ങൾ നോക്കാനേ ഇവിടെ വേറെ ആൾക്കാരുണ്ട്. പൊന്നി, മോളെ കൊണ്ടുപോ. അമ്മേ, ദേ, അവള് സ്വന്തം കൂടപ്പിറപ്പിന്റെ മോളാ, അതെനിക്ക് ഓർമ്മ വേണം. അങ്ങനെ ഒരു ബന്ധം നമ്മൾ എന്നെ ഉപേക്ഷിച്ച രാഘവേട്ട. പൊന്നി, എങ്ങോട്ട് വന്നേ, മോളെ കൊണ്ടുപോ. മോളെ ചെല്ല്. വാ മോളെ. കാര്യങ്ങളെ നോക്കിക്കോണേ. നോക്കി സൂക്ഷിക്ക. ശ്യാമയെ നോക്കുന്ന ഹോം നഴ്സ്, അത് മാത്രം ഇന്ന് നിനക്ക് ഈ വീട്ടിലുള്ള സ്ഥാനം. ശ്യാമയെ നോക്കുന്ന ഹോം നഴ്സ്, അത് മാത്രം ഇന്ന് നിനക്ക് ഈ വീട്ടിലുള്ള സ്ഥാനം. കുഞ്ഞെ, അയ്യോ, പൊന്നേച്ചി, എന്റെ മോൾക്ക് എന്താ പറ്റിയ? എന്ത് പറ്റി മോളെ? പറ മോളെ, എന്താ ഉണ്ടായ? കരയാതെ കാര്യം പറ. മോളുടെ കൈക്ക് എന്താ പറ്റി? നിന്റെ ഈ നിൽപ്പ് കണ്ടിട്ട് അമ്മയ്ക്ക് സഹിക്കുന്നില്ല മോളെ. പൊന്നേച്ചി, പൊന്നേച്ചി, മോൾക്ക് എന്താ പറ്റിയ? സ്കൂൾ വിട്ട് വരുന്ന വഴിക്ക് ഒരു വണ്ടിയുടെ മുമ്പിൽ ചാടിയതാ. അയ്യോ, ചെറുതായിട്ടൊന്ന് ഏശിയതേ ഉള്ളൂ. അപ്പോഴേക്കും ഇവിടെ ബർത്ത്ഡേക്ക് അന്ന് ഇവിടെ വന്നില്ലേ ഒരാള്, അയാൾ വന്ന് മോളെ രക്ഷിച്ചു. ഈശ്വര, ഇനി എന്തൊക്കെ പറ്റിയിട്ടുണ്ടെന്ന് ആർക്കറിയാം? മോളെ, വേറെ എവിടെയെങ്കിലും മുറിവുണ്ടോ മോളെ? കുഞ്ഞിനെ ഒറ്റയ്ക്ക് വിടരുതെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ, ആരും കേട്ടില്ല. കാര്യമായിട്ട് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? വേദനിക്കുന്നുണ്ടോ മോളെ? നല്ല വേദന ഉണ്ടാവും, അല്ലെങ്കിൽ ഇവളിങ്ങനെ കരയില്ല. പൊന്നേച്ചി, നമുക്ക് മോളെ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ? വണ്ടി ഇടിച്ചപ്പോ തല തട്ടുകയോ മുട്ടുകയോ ചെയ്തെങ്കിൽ കുഞ്ഞിനത് കേടായി തീരും. അതാ. അയ്യോ കുഞ്ഞെ, അത് ചേച്ചി എന്താ ഇങ്ങനെ വീഴ്ചിരിക്കുന്നേ? മോളെ കൊണ്ടുപോയി സ്കാനിങ്ങോ മറ്റെന്ത് വേണമെന്ന് വെച്ചാൽ ചെയ്യാം. ചേച്ചി ഒന്ന് വാ ചേച്ചി. പോ മോളെ, നമുക്കേ ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിലേക്ക് പോവാട്ടോ. പൊന്നി, മോളെയും കൂട്ടി അപ്പുറത്തേക്ക് ചെല്ല്. വിളിക്കരുത് നീ എന്നെ അങ്ങനെ. എന്തിനു വേണ്ടി ആയിരുന്നടി ഈ നാടകം?
ചോദിച്ചത് കേട്ടില്ലേ? ഞങ്ങളെയൊക്കെ വിഡ്ഢികളാക്കിയിട്ട് എന്ത് പുണ്യം കിട്ടാനായിരുന്നു ഈ തരം താഴ്ന്ന പ്രകടനമെന്ന്. ക്ഷമിക്കണം കുഞ്ഞേച്ചി, മറ്റൊന്നും കൊണ്ടല്ല. കുഞ്ഞേച്ചി എന്റെ കൂടെ കുറച്ചു ദിവസം നിൽക്കാൻ വേണ്ടിട്ടാ. ഞാനിങ്ങനെ കിടക്കുമ്പോ കുഞ്ഞേച്ചിക്ക് ഇവിടെ നിന്ന് നിൽക്കാൻ പറ്റുമല്ലോ. വിഷ്ണുവേട്ടനോട് സംസാരിക്കാനുള്ള അവസരവും കിട്ടും. ഞങ്ങൾക്ക് മാത്രം മതിയോ കുഞ്ഞേച്ചി? കുടുംബവും ജീവിതവും ഒക്കെ കുഞ്ഞേച്ചിക്ക് വേണ്ട അതൊക്കെ. കുഞ്ഞേച്ചി വിഷ്ണുവേട്ടനിൽ നിന്ന് എത്രത്തോളം അകന്നു നിൽക്കുന്നു, അതേ അളവിൽ വിഷ്ണുവേട്ടന്റെ മനസ്സിൽ നിന്ന് കുഞ്ഞേച്ചിയും അകന്നു പോയിക്കൊണ്ടിരിക്കുക. അത് മാറണം. അതിന് തന്നെയാ ഞാൻ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയത്. അതൊരു തെറ്റാണെങ്കിൽ കുഞ്ഞേച്ചി എന്നെ ശിക്ഷിച്ചോ. എന്നിട്ടും ദേഷ്യം തീർന്നില്ലെങ്കിൽ എന്നെ അങ്ങ് കൊന്നോ. കുഞ്ഞേച്ചി, ഇന്നീ വീട്ടില് നീ മൂലം എല്ലാവരും ചതിക്കപ്പെട്ട് നിൽക്കുക. ചതിക്ക് ഒരു കുഴപ്പമുണ്ട്. അതിന്നല്ലെങ്കിൽ നാളെ ഏതെങ്കിലും രീതിയിൽ പുറത്തു വരും. അന്ന് നീ പറയുന്ന ന്യായങ്ങളൊന്നും അതിന് പരിഹാരമാവില്ല. കുഞ്ഞേച്ചി, കുഞ്ഞേച്ചി ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. കുഞ്ഞേച്ചി ഇവിടെ നിർത്താൻ എന്റെ മനസ്സിൽ വേറെ വഴി ഉണ്ടായിരുന്നില്ല. നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, നിന്റെ ഈ പ്രവൃത്തിക്ക് കൂട്ടി നിൽക്കാൻ എന്നെ കൊണ്ടാവില്ല. കുഞ്ഞേച്ചി, എടി, നീ ഒരാളെയും രണ്ടാളെ അല്ല പറ്റിക്കുന്നെ, ഈ കുടുംബത്തിലുള്ളവരെ മുഴുവനാ. എടി, അങ്ങനെ നോക്കുമ്പോ നീയും ആ കാർത്തികൻ തമ്മിൽ എന്താടി വ്യത്യാസം? ഞാൻ ഇറങ്ങുക. ഇതൊക്കെ എന്തിന്റെ പേരിലാണെങ്കിലും എനിക്കിനി നിൽക്കാൻ പറ്റില്ല. സത്യമേ മറ്റുള്ളവർ ഈ കാര്യം അറിഞ്ഞാലുള്ള കാര്യം നീ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഞാനും കൂടി കൂട്ടി നിന്നിട്ടാണെന്നല്ലേ അവര് കരുതൂ. പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോടി? ഞാനല്ല, നീ ആയിട്ട് തന്നെ ഇക്കാര്യം സത്യമേ അറിയിക്കണം. തെറ്റേറ്റ് പറഞ്ഞ കാൽക്കൽ വീണ് മാപ്പ് പറഞ്ഞോണം. പറയുന്നത് അനുസരിച്ചാ മാത്രം മതി. ഇനി ഇതിന്റെ പേരിൽ ഒരു കുറ്റപ്പെടുത്തൽ ഈ വീട്ടിൽ നിന്ന് നേരിടാൻ നീ ആയിട്ട് ഇടവരുത്തരുത്. ഞാൻ പോവാ. നിനക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ? ഞാൻ പോന്നു. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? ചേച്ചിയമ്മ പോവാണോ? ഇനി വരണ്ടേ? വരും. ഇപ്പോ ഉള്ള അമ്മയുടെ അടുത്തേക്ക് ചെല്ല. പോട്ടെ. അങ്ങനെ ആ ശല്യം ഒഴിഞ്ഞു പോയെന്ന് തോന്നുന്നു.
എന്നാ പിന്നെ ഞാൻ ഇറങ്ങാ ശാരദാമ്മേ. ശരി. ആ, കുട്ടികൾക്കുള്ള പലഹാരമൊക്കെ എടുത്തല്ലോ അല്ലേ നീ? ഓ എടുത്തു. എന്നാ ചെല്ല്, സമയം കളയണ്ട. താക്കോല്. എന്താ ശാലിനി മോളെ ഈ സമയത്ത്? അമ്മ കിടന്നോ? ഇല്ല, അകത്തുണ്ട്. എടീ, എന്താ നീ ഇങ്ങ പോന്നത്? മോളെവിടെ? അവൾ ഉറങ്ങി. ശാലിനി, എന്തു പറ്റിയെന്ന് പറ. നിന്റെ മുഖമൊക്കെ കടുത്തിരിക്കുന്നല്ലോ. സത്യാമ്മ വല്ല പ്രശ്നം ഉണ്ടാക്കിയോ? പ്രശ്നം ഉണ്ടാക്കുന്നത് സത്യാമ്മയല്ല, അമ്മയുടെ ഇളയ മോള് ശ്യാമയാ. ശ്യാമയോ? പെരുങ്കള്ളി തന്നെ. എടി, കള്ളിയോ? നീ എന്താടി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? സംസാരിക്കും അമ്മേ, സംസാരിക്കും. ശാലിനി, അവക്കവിടെ ഒരു അസുഖവും ഇല്ല. വെറുതെ ഒരു നാടകം കളിച്ചതാ. കുറച്ച് ദിവസം നിൽക്കണം. അവളെ ഞാൻ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. അല്ല, അച്ഛനില്ലേ ഇവിടെ? അച്ഛൻ കുമാരപോലെ ഒരൊന്ന് പോയിരിക്കുക. ഇന്ന് രാത്രിയോ നാളെയോ ഇങ്ങി എത്തും. അവളിന്ന് നേരത്തെ കിടന്നുറങ്ങി. എന്റെ ദേവി, ശ്യാമയുടെ കഥ സത്യം അറിഞ്ഞാൽ എല്ലാം തകരുമല്ലോ.